നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്യ PSC നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രം കോർത്തിണക്കി ചോദ്യരൂപേണയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഫസ്റ്റ് ഡേ 11-ാം തീയതി അന്നത്തെ കറന്റ് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. 2020 വയലാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ഇതിൻ്റെ ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. ഓർത്തിരിക്കുക, 2020 വയലാർ സാഹിത്യ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇനി ഏത് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നേടിയത്? ഉത്തരം ഒരു വെർജീനിയൻ വെയിൽക്കാലം. വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? ഉത്തരം 1,00,000 രൂപ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയതാരാണ്? ഇത് ഇഗ സ്യാംതെക് ആണ്, പോളണ്ട് താരമാണ്. ഓർത്തിരിക്കുക, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ഇഗ സ്യാംതെക് ആണ്. ഇനി ഒക്ടോബർ 11 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ബാലികാ ദിനമാണ്. എന്നാൽ തിരിഞ്ഞു പോകരുത്, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്നത് ജനുവരി 24 നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സംവിധായകനാകാൻ പോകുന്നത് ആരാണ്? ഉത്തരം താഹിറ ഐസ്. ഒരു ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് താഹിറ ഒരേ സമയം സംവിധായകയുടെയും അഭിനേത്രിയുടെയും വേഷമിടുന്നത്. ഓർത്തിരിക്കുക, താഹിറ ഐസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സംവിധായകൻ. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ പോളണ്ടുകാരിയാണ് ഇഗ. കളിമൺ കോർട്ട് റോളണ്ട് ഗ്യാരോസ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് സ്ലാം ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്. നെക്സ്റ്റ് വൺ, ഫോബ്സ് 2020 കണക്ക് പ്രകാരം ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ മുന്നിലെത്തിയത് ആരാണ്? ഉത്തരം മുകേഷ് അംബാനി. എന്നാൽ ഫോബ്സ് 2020 ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ മുന്നിലെത്തിയ മലയാളി ആരാണ്? ഇതിൻ്റെ ഉത്തരം MG ജോർജ് മുത്തൂറ്റാണ്. 26ാമത്തെ സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നെക്സ്റ്റ് വൺ, തുടർച്ചയായി 8 മണിക്കൂർ പറന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആളില്ലാ വിമാനം. ഇതിൻ്റെ ഉത്തരം റുസ്തം 2. ഇത് വികസിപ്പിച്ചത് DRDO ആണ്. ഓർത്തിരിക്കുക, തുടർച്ചയായി 8 മണിക്കൂർ 16,000 അടി വരെ ഉയരുന്ന പുതിയ ആളില്ലാ വിമാനത്തിൻ്റെ പേരെന്താണ്? റുസ്തം 2 ആണ്. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യം നേടിയ IT കമ്പനി. ഇതിൻ്റെ ഉത്തരം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS. അസഞ്ചർ എന്ന കമ്പനിയെ മറികടന്നാണ് TCS ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇനി ഷിപ്പിംഗ് മേഖലയിൽ പ്രഥമ പരിസ്ഥിതി സൗഹൃദ ഹരിത കമ്പനി എന്ന സ്ഥാനം നേടിയത് ഏതാണ്? ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓർത്തിരിക്കുക, ഷിപ്പിംഗ് മേഖലയിൽ പ്രഥമ പരിസ്ഥിതി സൗഹൃദ കമ്പനി എന്ന നേട്ടം സ്വന്തമാക്കിയത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ആദ്യ ഹരിത കപ്പൽ ശാല എന്ന് ചോദിച്ചാലും ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നമ്മൾ മുൻപ് പഠിച്ചതാണ്. ആദ്യ കപ്പൽ ഏതായിരുന്നു? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനി. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആൻറ്റി റേഡിയേഷൻ മിസൈൽ. ഇതിൻ്റെ ഉത്തരം രുദ്രം 1. സുഹോയ് 30 യുദ്ധവിമാനത്തിൽ നിന്നാണ് ഇത് പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. നെക്സ്റ്റ് വൺ, അർമീനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം. ഇതിൻ്റെ ഉത്തരം റഷ്യ. നെക്സ്റ്റ് വൺ, 2020 KP എൽസേബിയൂസ് പുരസ്കാരം ജേതാവ്. ഉത്തരം ഉമ്മൻചാണ്ടി. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ അന്തരിച്ച കലാമണ്ഡലം കേശവ പൊതുവാൾ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ചെണ്ട. 2020 ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക പുരസ്കാര ജേതാവ്. ഇതിൻ്റെ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓർത്തിരിക്കുക, 2020 ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനം. ഉത്തരം കേരളം. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനം കേരളമാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ക്ലാസ് മുറികളാക്കിയതിനെ തുടർന്നാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്.
ഓക്കെ, ഇത്രയുമാണ് 11-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ 12-ാം തീയതിയിലേക്ക് കടക്കാം. ലോക ആർത്രൈറ്റിസ് ദിനം ഒക്ടോബർ 12. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്? ഉത്തരം റാഫേൽ നദാൽ. 13-ാമത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് റാഫേൽ നദാൽ സ്വന്തമാക്കിയത്. ഓർത്തിരിക്കുക, 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് റാഫേൽ നദാൽ. കിരീട നേട്ടത്തോടെ നദാലിൻ്റെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എത്രയായി? ഉത്തരം 20. നദാലിനും അതേപോലെ റോജർ ഫെഡററിനും 20 വീതം കിരീടം സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നമുക്കറിയാം ഇഗ സ്യാംതെക്കിനാണ്. നെക്സ്റ്റ് വൺ, ഈ അടുത്ത് ഗ്വാളിയർ രാജമാത എന്നറിയപ്പെടുന്ന ഏത് വ്യക്തിയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ധനമന്ത്രാലയം പ്രത്യേക നാണയം പ്രകാശനം ചെയ്തത്? ഉത്തരം വിജയരാജെ സിന്ധ്യ. 100 രൂപയുടെ കോയിനാണ് പുറത്തിറക്കിയത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ 8 ബീച്ചുകൾക്ക് വൃത്തിയും പരിസ്ഥിതി സംരക്ഷണവും നിലനിർത്തുന്നതിനുള്ള അംഗീകാരമായ ഏത് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്? ഉത്തരം ബ്ലൂ ഫ്ലാഗ്. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനം ഏതാണ്? ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോപ്പൻഹേഗൻ. ഇനി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? ഉത്തരം കാപ്പാട്. ഓർത്തിരിക്കുക, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട്. നെക്സ്റ്റ് വൺ, അടുത്തിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കൻ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ മുഖമായ മണ്ടേല അടക്കമുള്ളവരുടെ അഭിഭാഷകനായിരുന്ന ഇന്ത്യൻ വംശജ. ഉത്തരം പ്രസ്കില്ല ജന. നെക്സ്റ്റ് വൺ, ഏത് ബാങ്കിൻ്റെ സഹായത്തോടെ രാജ്യത്തിൻ്റെ 1100 കോടി രൂപയുടെ കോവിഡ് പ്രതിരോധ പദ്ധതി നടപ്പാക്കുന്നത്? ഉത്തരം ലോക ബാങ്ക്. നെക്സ്റ്റ് വൺ, അടുത്തിടെ പ്രസിദ്ധീകരിച്ച പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആരുടെ രചനയാണ്? ഇതിൻ്റെ ഉത്തരം അരുൺ ഷൂരി. നെക്സ്റ്റ് വൺ, ഫോർമുല 1 ഗ്രാൻഡ് പിയിൽ കാറോട്ട മത്സരത്തിൽ ജേതാവായത് ആരാണ്? ഉത്തരം ലൂയിസ് ഹാമിൽട്ടൺ. നെക്സ്റ്റ് വൺ, 2020 തീരമേഖലയിലെ മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലെ മികച്ച നടപടികൾ എന്ന വിഭാഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 3. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 13-ാം തീയതിയിലേക്ക് കടക്കാം. 2020 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത്? ഉത്തരം പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണുമാണ്. ഓർത്തിരിക്കുക, 2020 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയവരാരൊക്കെയായിരുന്നു? പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും. 2020 നൽകിയ ഈ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്? ഉത്തരം ലേല തത്വം. ലേല നടപടികളുമായി ബന്ധപ്പെട്ട് നൂതന സിദ്ധാന്തം ആവിഷ്കരിച്ചതിനാണ് ഇവർക്ക് ഈ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം? ഉത്തരം 1968. ഒക്ടോബർ 13-ൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ആണ് ഈ ദിവസം. അതേപോലെ കേരള കായിക ദിനമായി ആചരിക്കുന്നതും ഒക്ടോബർ 13 ഇത് GV രാജയുടെ ജന്മദിനം കൂടിയാണ്. ഇന്ത്യയിൽ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് പുരസ്കാരമാണ്. ഓർത്തിരിക്കുക, ധ്യാൻചന്ദിൻ്റെ ആത്മകഥയാണ് ഗോൾ. അതേപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഹോക്കി താരം കൂടിയാണ് ധ്യാൻചന്ദ്. നെക്സ്റ്റ് വൺ, സഞ്ചാരികൾക്ക് KSRTC ബസ്സുകളിൽ താമസ സൗകര്യം സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം മൂന്നാർ. നെക്സ്റ്റ് വൺ, അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ? ഉത്തരം കാൾട്ടൺ ചാപ്മാൻ. ഇന്ത്യയിൽ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് FC കൊച്ചിൻ. നെക്സ്റ്റ് വൺ, ഓൺലൈനിൽ വീണ്ടും പുനരാരംഭിക്കുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ പത്രം? ഉത്തരം അൽ അമീൻ. 1924 അൽ അമീൻ പത്രം ആരംഭിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. നെക്സ്റ്റ് വൺ, എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ലഭ്യമാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം? ഉത്തരം ഗോവ.
നെക്സ്റ്റ് വൺ, ബലാത്സംഗ കേസുകൾക്ക് വധശിക്ഷ വിധിക്കാൻ അംഗീകാരം നൽകിയ ഇന്ത്യയുടെ അയൽ രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന. അതേപോലെ ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്. നെക്സ്റ്റ് വൺ, കിർഗിസ്ഥാൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് ആരാണ്? ഉത്തരം സാദിർ ജാപ്പറോവ്. ഓർത്തിരിക്കുക, കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി സാദിർ ജാപ്പറോവ്. നെക്സ്റ്റ് വൺ, 2020 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസ് കിരീടം നേടിയത്? ഉത്തരം ടിമിയ ബാബോസും ക്രിസ്റ്റീന മ്ലാഡനോവിച്ച്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം പാങ്ങപ്പാറ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് കടക്കാം. 14th. അപ്പോൾ ഒക്ടോബർ 14 പ്രത്യേകത എന്താണ്? വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒക്ടോബറിൽ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? ഉത്തരം ഇടിമിന്നൽ. നെക്സ്റ്റ് വൺ, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ഗുണ്ടാ കേന്ദ്രങ്ങളിൽ പോലീസ് നടത്തുന്ന റെയ്ഡ്. ഇതിൻ്റെ പേര് ഓപ്പറേഷൻ റേഞ്ചർ എന്നാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് കർഷകർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് സ്ഥാപിക്കുന്നത്? ഉത്തരം കേരളം. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് കർഷകർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് സ്ഥാപിക്കുന്നത്? ഉത്തരം കേരളം. നെക്സ്റ്റ് വൺ, 50ാമത് ചലച്ചിത്ര പുരസ്കാരം, അതായത് 2019 ചലച്ചിത്രങ്ങളുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച നടൻ ആരായിരുന്നു? സുരാജ് വെഞ്ഞാറമ്മൂട്. വികൃതി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ സിനിമകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. മികച്ച സിനിമ വാസന്തി. മികച്ച നടി കനി കുസൃതി, അവരുടെ ചിത്രം ബിരിയാണി. മികച്ച സംവിധായകൻ ലിജോ ജോസ് പള്ളിശ്ശേരിയാണ്, ചിത്രം ജല്ലിക്കെട്ട്. ജനപ്രിയ ചിത്രമായി ഏറ്റെടുത്തത് കുമ്പളങ്ങി നൈറ്റ്സിനെയാണ്, അത് കലാമൂല്യമുള്ള ഒരു ചിത്രമായിരുന്നു. 50ാമത്തെ ചലച്ചിത്ര പുരസ്കാര ജൂറി ചെയർമാൻ ആരായിരുന്നു? മധു അമ്പാട്ട്. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരുടെ നിയമനത്തിനാണ് ഗവർണറുടെ അംഗീകാരം കിട്ടിയത്? ഉത്തരം മുബാറക് പാഷ. നെക്സ്റ്റ് വൺ, മലപ്പുറം പൊന്നാനിയിൽ ഹൗറ മോഡൽ തൂക്കുപാലത്തിന് ആരുടെ അംഗീകാരമാണ് കിട്ടിയത്? ഉത്തരം കിഫ്ബി. നെക്സ്റ്റ് വൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിൽ ആദ്യ യൂറോപ്യൻ ദിവാനായിരുന്ന ആരുടെ മ്യൂസിയമാണ് കോട്ടയത്ത് സ്ഥാപിക്കുന്നത്? ഉത്തരം കേണൽ മൺറോ. ഓർത്തിരിക്കുക, തിരുവിതാംകൂറിൽ ആദ്യ യൂറോപ്യൻ ദിവാനായിരുന്ന ആരുടെ മ്യൂസിയമാണ് കോട്ടയത്ത് സ്ഥാപിക്കുന്നത്? ഉത്തരം കേണൽ മൺറോ. നെക്സ്റ്റ് വൺ, NBA ബാസ്കറ്റ് ബോളിൽ 17ാം കിരീടം നേടിയ ടീം? ഉത്തരം ലോസ് ഏഞ്ചൽസ് ലേക്കേഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ 15th കിടക്കാം. അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം ആണ് ഒക്ടോബർ 15. മറ്റൊരു പ്രത്യേകത കൂടി ഈ ദിനത്തിനുണ്ട്. വേൾഡ് മാത്തമാറ്റിക്സ് ഡേയും ഒക്ടോബർ 15 അതേപോലെ വേൾഡ് സ്റ്റുഡൻസ് ഡേയും ഒക്ടോബർ 15. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ 15. അതേപോലെ മറ്റൊരു പ്രത്യേകത, ലോക കൈകഴുകൽ ദിനം ഒക്ടോബർ 15. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം പ്രസക്തമാണ്, അപ്പോൾ ഓർത്തിരിക്കുക, ലോക കൈകഴുകൽ ദിനം ഒക്ടോബർ 15. അടുത്തിടെ അന്തരിച്ച ശോഭ നായിഡു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഡാൻസർ. കുച്ചിപ്പുടിയിലായിരുന്നു പ്രശസ്തയായത്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഈ കുച്ചിപ്പുടി? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡി. നെക്സ്റ്റ് വൺ, പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോകബാങ്കും സർവശിക്ഷാ അഭിയാനും ചേർന്നുള്ള പദ്ധതി? ഉത്തരം സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് സ്റ്റാർസ്. ഓർത്തിരിക്കുക, പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോകബാങ്കും സർവശിക്ഷാ അഭിയാനും ചേർന്നുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ലോകബാങ്കിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്റ്റാർസ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളുടെ എണ്ണം? ഉത്തരം 6. നെക്സ്റ്റ് വൺ, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. വേമ്പനാട്ട് കായലിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്.
നെക്സ്റ്റ് വൺ, സമത്വത്തിൻ്റെ ഭാഗമായി സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നിന്നും വിദ്യാർത്ഥികളുടെ ജാതി, മതം എന്നിവ നീക്കം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ അന്തരിച്ച ക്രിക്കറ്റ് ഇതിഹാസം ജോൺ റീഡ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ന്യൂസിലൻഡ്. ഓർത്തിരിക്കുക, 2020 ഒക്ടോബറിൽ അന്തരിച്ച ക്രിക്കറ്റ് ഇതിഹാസം ജോൺ റീഡ് ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലൻഡ്. നെക്സ്റ്റ് വൺ, 2020 ലോക കൈകഴുകൽ ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം വൃത്തിയുള്ള കൈകൾ എല്ലാവർക്കും. നെക്സ്റ്റ് വൺ, 2020 ചെറുകാട് പുരസ്കാര ജേതാവ്? ഉത്തരം ഡോക്ടർ MP പരമേശ്വരൻ. ഓർത്തിരിക്കുക, 2020 ചെറുകാട് പുരസ്കാര ജേതാവാണ് ഡോക്ടർ MP പരമേശ്വരൻ. കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഇതിൻ്റെ ഉത്തരം ഡോക്ടർ MP പരമേശ്വരൻ. ഒക്ടോബർ 15 അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് ചെയ്യാം. ഒരു സാമൂഹിക പരിഷ്കർത്താവും കവിയും എല്ലാമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം 1926 മാർച്ച് 18. മുഴുവൻ പേര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തൂലികാനാമം അക്കിത്തം എന്നായിരുന്നു. പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മനസാക്ഷിയുടെ പൂക്കൾ, ബലിദർശനം, ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിൻ്റെ കഥ, അതേപോലെ ആലഞ്ഞാട്ടമ്മ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, കളിക്കൊട്ടിലിൽ, സമത്വത്തിൻ്റെ ആകാശം, മാനസപൂജ, കരതലാമലകം, സ്പർശമണികൾ, 5 നാടോടിപ്പാട്ടുകൾ. അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങളാണ്: കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1972, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1973, ഓടക്കുഴൽ അവാർഡ് 1974, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2008, വയലാർ അവാർഡ് 2012, പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 2017, ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 2019. അദ്ദേഹത്തിന് ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ മലയാളി എഴുത്തുകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി നമുക്ക് ഒക്ടോബർ 16 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒക്ടോബർ 16 പ്രത്യേകത ലോക ഭക്ഷ്യ ദിനമാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? വളരാം, പോഷിപ്പിക്കാം, നിലനിർത്താം, നമ്മളൊന്നായി. നെക്സ്റ്റ് വൺ, അടുത്തിടെ അന്തരിച്ച ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി? ഉത്തരം ഭാനു അത്തയ്യ. ഓർത്തിരിക്കുക, അന്തരിച്ച ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി? ഉത്തരം ഭാനു അത്തയ്യ. നെക്സ്റ്റ് വൺ, റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഏത് സിനിമയിലെ വസ്ത്രാലങ്കാരം നിർവഹിച്ചതിനാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഗാന്ധി. നെക്സ്റ്റ് വൺ, ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? ഉത്തരം 75. നെക്സ്റ്റ് വൺ, UN ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥാപിതമായത് എന്നാണ്? 1945 ഒക്ടോബർ 16. നെക്സ്റ്റ് വൺ, 2020 CH രാഷ്ട്ര സേവ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം ശശി തരൂർ. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ അന്തരിച്ച മികച്ച റേഡിയോ പരിപാടികൾക്ക് 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി? ഉത്തരം രവീന്ദ്രൻ ചെന്നിലോട്. നെക്സ്റ്റ് വൺ, 2020 ശാസ്ത്ര സർവകലാശാല രാമാനുജൻ പുരസ്കാരം ലഭിച്ച ഗണിത വിദഗ്ധൻ? ഉത്തരം ഡോക്ടർ ഷായ് എവ്ര. ഓർത്തിരിക്കുക, 2020 ശാസ്ത്ര സർവകലാശാല രാമാനുജൻ പുരസ്കാരം ലഭിച്ച ഗണിത വിദഗ്ധൻ? ഉത്തരം ഡോക്ടർ ഷായ് എവ്ര. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ കാർഷിക വികസന ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഡോക്ടർ P രാജേന്ദ്രൻ. നെക്സ്റ്റ് ഡേയിലേക്ക് കിടക്കാം. 17th ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. 2020 ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിൻ്റെ മുദ്രാവാക്യം ആക്ടിംഗ് ടുഗദർ ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ് ഫോർ ഓൾ.
നെക്സ്റ്റ് വൺ, 2020 ലോക ജൂനിയർ സ്പീഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ആരാണ്? ഉത്തരം നിഹാൽ സരിൻ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പുറത്തിറക്കിയ വിവിധ ഇനം പാമ്പുകളുടെ വിവരങ്ങളടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം സ്നേക്ക് ഹബ്ബ്. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ IBA ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം രാജ് കിരൺ റായ്. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയായ INS സിന്ധുവീർ ഏത് രാജ്യത്തിനാണ് നൽകിയത്? ഉത്തരം മ്യാൻമാർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2020 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയായ INS സിന്ധുവീർ ഏത് രാജ്യത്തിനാണ് നൽകിയത്? മ്യാൻമാർ. നെക്സ്റ്റ് വൺ, ഖബർ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം KR മീര. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂരിലെ പുഴയ്ക്കൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ സമ്പൂർണ്ണ വിഭവ ദുരന്ത മാപ്പിംഗ് തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി ആദ്യമായി ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം വയനാട്. നെക്സ്റ്റ് ഡേയിലേക്ക് കിടക്കുകയാണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ജസീന്ത ആൻഡേൻ. ന്യൂസിലൻഡിൽ ജസീന്ത ആൻഡേന് 2ാം ഊഴമാണ്. നെക്സ്റ്റ് വൺ, 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 94 വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ. 2019 ഇന്ത്യയുടെ സ്ഥാനം 102 ആയിരുന്നു. 2020 ഇത് 94 നെക്സ്റ്റ് വൺ, റഷ്യയുടെ കോവിഡ് വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണത്തിന് ഇന്ത്യയിൽ അനുമതി. വാക്സിൻ്റെ പേര് സ്പുട്നിക് 5. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധൻ. നെക്സ്റ്റ് വൺ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉത്തരം മെഡിസെപ്പ്. നെക്സ്റ്റ് വൺ, അടുത്തിടെ അന്തരിച്ച മുൻ കേരള രഞ്ജി ക്യാപ്റ്റൻ. ഉത്തരം സത്യേന്ദ്രൻ. നെക്സ്റ്റ് വൺ, 2020 രാഘവൻ പുരസ്കാരം നേടിയതാര്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ഏത് രാജ്യത്തിലെ ആയുധ നിർമ്മാണ കമ്പനിയായ ഹെക്ടർ ആൻഡ് കോക്ക് പുറത്തിറക്കുന്ന MB5 തോക്കുകളാണ് കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗത്തിനും നക്സൽ വിരുദ്ധ സേനയ്ക്കുമായി വാങ്ങുന്നത്? ഉത്തരം ജർമ്മനി. നെക്സ്റ്റ് വൺ, ജെറ്റ് എയർവേസിനെ ഏറ്റെടുക്കുന്ന കാർലോ ക്യാപിറ്റൽ ഏത് രാജ്യത്തിൽ നിന്നുള്ള കമ്പനിയാണ്? ഉത്തരം UK. ഓർത്തിരിക്കുക, ജെറ്റ് എയർവേസിനെ ഏറ്റെടുക്കുന്ന കാർലോ ക്യാപിറ്റൽ ഏത് രാജ്യത്തിൽ നിന്നുള്ള കമ്പനി? ഉത്തരം UK. നെക്സ്റ്റ് വൺ, 2020 ഒക്ടോബറിൽ അന്തരിച്ച PS നാരായണസ്വാമി ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സംഗീതം. നെക്സ്റ്റ് വൺ, IPLൽ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റ് എടുത്ത ബൗളർ. ഉത്തരം കഗീസോ റബാദ. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ്. നമ്മൾ തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.